കണ്ണൂർ ആറളം ഫാമിൽ കള്ളിയത്ത് തൊഴിലാളി കാട്ടാന ഓടിച്ചു. അതിനെ തുടർന്ന് ഇദ്ദേഹം തെങ്ങിന് മുകളിലേക്ക് കയറിപ്പോയി അവിടെ കുടുങ്ങി. അരമണിക്കൂറിലധികം തെങ്ങിൻ്റെ മുകളിലിരുന്ന വി കെ രാഘവൻ അവസാനം ആന പോയതിനു ശേഷമേ താഴോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. മറ്റു തൊഴിലാളികൾ പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും ആനയെ തുരത്തി. അതിനുശേഷമാണ് ഈ രാഘവൻ തെങ്ങിൽ നിന്ന് താഴെ ഇറങ്ങിയത്. തെങ്ങിൻ്റെ മുകളിൽ കയറി കള്ളെടുത്ത് ഇറങ്ങി വരുന്ന സമയത്ത് പകുതിക്കെത്തുമ്പോഴത്തേക്കും ആന മറഞ്ഞു നിന്നിടത്തുനിന്ന് ഓടി ഇങ്ങോട്ട് വന്നു. ഓടി തെങ്ങിൻ്റെ മുകളിലേക്ക് വന്നപ്പോൾ ഞാൻ തെങ്ങിൻ്റെ മുകളിലേക്ക് ഓടി കയറി. മുകളിലെത്തിയിട്ട് മറഞ്ഞു നിന്ന് മറഞ്ഞു നിന്ന് കഴിഞ്ഞപ്പോൾ ആന എവിടെ ആളില്ലെന്ന് പെട്ടെന്ന് തിരിയാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നത്. എന്നിട്ട് നമ്മൾ ഒച്ചയെടുത്തപ്പം കൂടുതൽ നിന്ന് രണ്ട് തൊഴിലാളികൾ കൂടി ഒച്ചയെടുത്ത് കഴിഞ്ഞപ്പോൾ ആന കുറച്ച് പുറകോട്ട് ഓടി. അതിനുശേഷം പിന്നെയും ആന തിരിച്ച് ഒറ്റ വരവാ തെങ്ങിൻ്റെ ചുവട്ടിലേക്ക്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും. സജോ, അല്ലാത്ത പാടാണല്ലോ ആറളം ഫാമിൻ്റെ അടുത്തൊക്കെ കഴിയാൻ. വിവരങ്ങൾ. SKN ഗുഡ് മോർണിംഗ്. ഈ ആറളം ഫാമിൽ മാത്രം ഏതാണ്ട് 40-ലധികം കാട്ടാനകൾ ഫാമിന്റെ വിവിധ മേഖലകളിലായി തമ്പടിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോഴും ഫാം അധികൃതർ, അവിടുത്തെ താമസക്കാർ, പ്രദേശവാസികൾ, തൊഴിലാളികളൊക്കെ തുടർച്ചയായി പറയുന്നൊരു കാര്യം. ആനകളെ പൂർണ്ണമായും തുരത്താൻ കഴിഞ്ഞില്ല. ആനമതിലിൻ്റെ നിർമ്മാണമൊക്കെ ഒരു വശത്ത് തുടങ്ങിയിട്ടുണ്ട്, അത് പൂർത്തിയാക്കാനായിട്ടുമില്ല. അങ്ങനെയുള്ളൊരു ആശങ്ക ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. ഈ ഫാമിൽ തന്നെ തെങ്ങിൽ, അവിടെയുള്ള ഫാമിലെ തെങ്ങിൻ തോട്ടത്തിൽ തന്നെ കള്ള് ചെത്തുന്നതിനായി എത്തുന്ന തൊഴിലാളികളായാണ് അവിടെ ഉള്ളത്. നാളുകളായി അവർ ആ മേഖല കേന്ദ്രീകരിച്ച് ചെത്തുതൊഴിലിൽ ഏർപ്പെടുന്നുമുണ്ട്. ഇതിനിടെയാണ് അവിടെ ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി. നേരത്തെയും ചെത്തുതൊഴിലാളികളായിട്ടുള്ള ആളുകൾ തന്നെ കാട്ടാനയുടെ ആക്രമണത്തിന് ഇരകളാവുകയും ഒരു ചെത്തുതൊഴിലാളി കൊല്ലപ്പെടുകയും ചെയ്യുന്ന സംഭവം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അതിനിടെയാണ് വി കെ രാഘവൻ കള്ളിയെത്തുന്നതിനായി അവിടെ എത്തുന്നു, തെങ്ങിൽ കയറുന്നു, ഒരു തവണ ചെത്ത് പൂർത്തീകരിക്കുന്നു, അതിനുശേഷം താഴേക്ക് ഇറങ്ങുന്നു. ആ ഘട്ടത്തിലാണ് കാട്ടാനയൊക്കെ നിരീക്ഷിച്ച ശേഷമാണ് അങ്ങോട്ടേക്ക് എത്തിയത്. പക്ഷേ ശ്രദ്ധയിൽപ്പെടാതെ മറഞ്ഞിരിക്കുകയായിരുന്നു കാട്ടാന. താഴേക്ക് ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ തന്നെ നേരെ വി കെ രാഘവന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹം ഒരു ചെത്തുതൊഴിലാളി ആയതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തെങ്ങിലേക്ക് കയറാനൊക്കെ സാധിക്കും. അങ്ങനെ തെങ്ങിലേക്ക് അദ്ദേഹം വീണ്ടും കയറി മുകളിലേക്ക് വേഗത്തിൽ തന്നെ കാട്ടാന പാഞ്ഞെടുക്കുന്നത് കണ്ട് വേഗത്തിൽ തന്നെ അദ്ദേഹത്തിന് ഈ വി കെ രാഘവന് മുകളിലേക്ക് കയറാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഭാഗ്യം. ഏതാണ്ട് ഒരു അരമണിക്കൂറിലധികം സമയം അദ്ദേഹം തെങ്ങിന് മുകളിൽ കുടുങ്ങിയെന്ന് തന്നെ പറയാം. ഇത് തിരിച്ചറിഞ്ഞ് സമീപത്തെ തൊഴിലാളികളൊക്കെ, ആ പ്രദേശത്തുള്ള തൊഴിലാളികളൊക്കെ എത്തുകയും അവർ പടക്കം പൊട്ടിച്ചും ശബ്ദം ഉണ്ടാക്കിയുമൊക്കെ കാട്ടാനയെ ഓടിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ആ ഘട്ടത്തിലാണ് കാട്ടാന പിന്തിരിയുന്നത്. പിന്നീടാണ് അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിയുന്നത്. ആ പ്രദേശത്ത് അങ്ങനെ തുടർച്ചയായി മേഖലയിൽ കൃഷിനാശം, അവിടെ ഫാമിലെ കാർഷിക വിളകളുടെ നാശം, ഒപ്പം പുനരധിവാസ മേഖല സമീപത്ത് തന്നെയാണ്. അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ട്. അതുകൊണ്ട് ആനമതിലും വേഗത്തിൽ പൂർത്തീകരിക്കുക, വൈദ്യുതി ഫെൻസിംഗ് പൂർത്തീകരിക്കുക, അവിടെയുള്ള ആളുകളുടെ സുരക്ഷിതത്വം കൂടുതൽ ഉറപ്പാക്കുക, വനമേഖലയിലേക്ക് കാട്ടാനയെ തുരത്തുക, ഇത്തരം ആവശ്യങ്ങളൊക്കെ തുടർച്ചയായി ഉണ്ടെങ്കിലും ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു. ആളുകളെ സംബന്ധിച്ച് ഭീതിയോടുകൂടി തൊഴിലിടങ്ങളിലും അവർ ജീവിക്കുന്ന സ്ഥലങ്ങളിലും തുടരേണ്ടി വരുന്നു എന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. പദ്ധതികൾ ധാരാളമുണ്ട്. കാര്യക്ഷമമായി ആനകളെ കൃത്യമായ സ്ഥലങ്ങളിൽ, കൃത്യമായ ഇടങ്ങളിലേക്ക് സുരക്ഷിതത്വമൊക്കെ ഉറപ്പാക്കും വിധം കാര്യങ്ങൾ ക്രമീകരിക്കുക എന്നത് സാധ്യമാണ്. ആ നിലയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകണം എന്നാണ് തൊഴിലാളികളും അവിടുത്തെ പ്രദേശവാസികളും ഫാമിലെ ആളുകളും ഒക്കെ പറയുന്നത്. കാരണം തുടർച്ചയായി കാട്ടാനകളുടെ ശല്യം, ഇടപെടൽ ജനവാസ മേഖലയിലേക്കും കൃഷിയിടങ്ങളിലേക്കും ഫാമിലേക്കും ഒക്കെയുള്ള ആനകളുടെ ഇറക്കം വലിയ തോതിൽ ആളുകളുടെ ജീവിതത്തെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. SK സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.